അക്കാഡമി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് സൗരയുദ്ധത്തെക്കുറിച്ചാണ്. ശനി ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി. സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി. അപ്പോൾ ഏറ്റവും വലിയ ഒന്നാമത്തെ ഗ്രഹം ഏതാണ്? അത് വ്യാഴമാണ്. സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഗ്രഹം വ്യാഴവും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ശനിയുമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. ഓക്കെയാണോ? എന്താണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. റോമൻ കാർഷിക ദേവന്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ റോമാക്കാർ കാർഷിക ദേവന്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശനി. ഓക്കെയാണോ? അപ്പോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. റോമൻകാർ കാർഷിക ദേവന്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. ഓക്കെയാണോ? അപ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. റോമാക്കാർ കാർഷിക ദേവന്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശനി. അതുപോലെ തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. അതുപോലെ തന്നെ വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ ഏറ്റവും കൂടുതൽ വലയങ്ങൾ കാണപ്പെടുന്നതും ഏറ്റവും വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹവുമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹമാണ് ശനി. ഓക്കെയാണോ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു വന്നേ? ഏറ്റവും കൂടുതൽ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. അതുപോലെ തന്നെ ഏറ്റവും വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം എത്രയാണ്? 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. ഓക്കെയാണോ? എന്താണ് സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം എത്രയാണ്? 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ശനിയുടെ അകലം എന്ന് പറയുന്നത് 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റും കരിമഴ പെയ്യുന്ന ഗ്രഹവുമാണ് ശനി. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ സൂപ്പർ വിൻഡ് എന്നറിയപ്പെടുന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് ശനി. ഓക്കെയാണോ? എന്താണ് സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ഏതാണ്? ശനിയാണ്. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലം 9.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. അതുപോലെ തന്നെ സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹമാണ് ശനി. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹമാണ് ശനി. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങളാണ് ടൈറ്റാൻ, അറ്റ്ലസ്, പണ്ടോറ, കാലിപ്സോ, പ്രോമിത്യൂസ്, ഹെലൻ. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ടൈറ്റാൻ, അറ്റ്ലസ്, പണ്ടോറ, കാലിപ്സോ, പ്രോമിത്യൂസ്, ഹെലൻ. ഏതൊക്കെയാണ്? ടൈറ്റാൻ, അറ്റ്ലസ്, പണ്ടോറ, കാലിപ്സോ, പ്രോമിത്യൂസ്,
ഹെലൻ. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ശനിയുടെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റാൻ. എന്താണ്? ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ടൈറ്റാൻ ആണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭൂതകാലം എന്ന പേരിൽ അറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റാൻ. ഓക്കെയാണോ? എന്തൊക്കെയാണ്? ഭൂമിയുടെ അപരൻ എന്ന പേരിലും ഭൂമിയുടെ ഭൂതകാലം എന്ന പേരിലും അറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റാൻ. എന്തൊക്കെയാണ്? ഭൂമിയുടെ അപരൻ എന്ന പേരിലും ഭൂമിയുടെ ഭൂതകാലം എന്ന പേരിലും അറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂറാണ്. ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂറാണ്. ഓക്കെയാണോ? എന്നാൽ ശനിയുടെ പരിക്രമണകാലം 29 വർഷങ്ങളാണ്. ശനിയുടെ പരിക്രമണകാലം എത്ര വർഷമാണ്? 29 വർഷക്കാലമാണ്. ഓക്കെയാണോ? ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂറും ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂറും ശനിയുടെ പരിക്രമണകാലം 29 വർഷവുമാണ്. ശനിയുടെ പാലായന പ്രവേഗം 35.5 km/s ആണ്. ശനിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 35.5 km/s ആണ്. ഓക്കെയാണോ? എന്താണ്? ശനിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 35.5 km/s ആണ്. ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. നമ്മൾ ഓൾറെഡി പഠിച്ചു, സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. അപ്പോൾ ഈ ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രതയെക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. ശനി ഗ്രഹത്തിൻ്റെ വലയങ്ങൾ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. അപ്പോൾ ശനി ഗ്രഹത്തിൻ്റെ വലയങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഓക്കെയാണോ? അപ്പോൾ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ ഈ വലയങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയം എന്ന് നിർവചിച്ചത് വില്യം ഹെർഷലാണ്. അപ്പോൾ പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയം എന്ന് നിർവചിച്ചത് ആരാണ്? വില്യം ഹെർഷലാണ്. അപ്പോൾ ശനിയുടെ വലയങ്ങൾ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയും ശനിയുടെ ഈ വലയങ്ങൾ പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണെന്ന് പറഞ്ഞത് വില്യം ഹെർഷലുമാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെയാണോ? എന്താണ്? ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേരു നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതുവരെ ശനിയുടെ എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്? ഏകദേശം 62ഓളം. അപ്പോൾ ഇതുവരെ ശനിയുടെ എത്ര ഉപഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഏകദേശം 62ഓളം. ടൈറ്റാൻ ഉപഗ്രഹം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ടൈറ്റാൻ ഉപഗ്രഹം കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ഓക്കെയാണോ? എന്താണ്? ടൈറ്റാൻ ഉപഗ്രഹം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ഓക്കെയാണോ? എന്താണ്? ടൈറ്റാൻ ഉപഗ്രഹം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ശനിഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യമാണ് കാസിനി ഹൈഡ്രജൻ. അപ്പോൾ എന്താണ് കാസിനി ഹൈഡ്രജൻ? ശനിഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യമാണ് കാസിനി ഹൈഡ്രജൻ. കാസിനി ഹൈഡ്രജൻ അഥവാ കാസിനി ഹൈജൻസ് വിക്ഷേപിച്ചതെന്നാണ്? 1997 ഒക്ടോബർ 15-നാണ്. അപ്പോൾ കാസിനി ഹൈജൻസ് വിക്ഷേപിച്ച വർഷം എന്നാണ്? 1997 ഒക്ടോബർ 15-നാണ്. എന്താണ് ഈ കാസിനി ഹൈജൻസ്? കാസിനി ഹൈജൻസ് എന്ന് പറയുന്നത് ശനിഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരാണ്. കാസിനി ഹൈജൻസ് പ്രവർത്തനം അവസാനിപ്പിച്ചത് 2017 സെപ്റ്റംബർ 15-നാണ്. വിക്ഷേപിച്ചത് 1997 ഒക്ടോബർ 15-നും
പ്രവർത്തനം അവസാനിപ്പിച്ചത് 2017 സെപ്റ്റംബർ 15-നുമാണ്. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനമാണ് പയനീർ 11. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനത്തിൻ്റെ പേരെന്താണ്? പയനീർ 11 എന്നാണ്. എന്താണ്? പയനീർ 11 എന്നാണ്.